ആകാശത്ത് മിന്നി നിന്ന നക്ഷത്രം മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ആ താരത്തിളക്കത്തിൽ മലയാളിയുടെ മനസ്സ് വിസ്മയം കൊണ്ടു. കലയുടെ ലോകത്തെ ഒരു അത്ഭുതമായി, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ നക്ഷത്രങ്ങൾക്കിടയിലെ ആ സുവർണ താരകത്തിന്റെ നാമം മമ്മൂട്ടി, മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. മമ്മൂട്ടി ദ മെഗാ മാസ്ട്രോ. മലയാള സിനിമയുടെ സൂര്യ തേജസ്, പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം. മലയാള സിനിമയുടെ പെരുമ ചലച്ചിത്ര ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു രജത രേഖയായി കോറിയിട്ട് അത്ഭുത പ്രതിഭ. മലയാള സിനിമയിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ കാലമായി കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന താരസൂര്യൻ, നക്ഷത്രങ്ങളുടെ രാജകുമാരൻ മമ്മൂട്ടി ദ മെഗാ മാസ്ട്രോ. ചാനൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു താരത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം. Yes, it is really a special program based on mega star മമ്മൂട്ടി. ഓരോ എപ്പിസോഡിലും തികച്ചും വ്യത്യസ്തമായ സെഗ്മെന്റുകളുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നു മമ്മൂട്ടി ദ മെഗാ മാസ്ട്രോ. മമ്മൂട്ടിയുടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന മമ്മൂട്ടി ടുഡേ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ ഒരുങ്ങുന്ന MT ഹരിഹരൻ മമ്മൂട്ടി ടീമിന്റെ പഴശ്ശിരാജ വിഷുവിന് തിയേറ്ററുകളിലെത്തി. $15 കോടിയിൽ പരം രൂപ മുടക്കി ഗോകുലം ഫിലിംസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രം മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രം കൂടിയാവുകയാണ്. ജോണി ആന്റണിയുടെ മമ്മൂട്ടി ചിത്രമായ ഈ പട്ടണത്തിൽ ഭൂതത്തിന്റെ ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഷാജി എൻ കരുൺ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന കുട്ടി ശ്രാങ്ക് കർണാടകയിലെ കുന്ദാപൂരിൽ പൂർത്തിയായി. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഡോക്ടറേറ്റ് നൽകാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്തു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നടന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. മമ്മൂട്ടി ബ്ലോഗ് രചനയിലേക്ക്. മമ്മൂട്ടിയുടെ ബ്ലോഗ് നിലവിൽ വന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു താരം ബ്ലോഗ് രചനയിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി R സുകുമാരൻ സംവിധാനം ചെയ്യുന്ന യുഗപുരുഷന്റെ ചിത്രീകരണം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. മമ്മൂട്ടി നായക പരിവേഷമുള്ള KC കുട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ലൊക്കേഷൻ കാഴ്ചകളുമായി എത്തുന്ന മമ്മൂട്ടി ലൊക്കേഷൻ. ഇന്ത്യയിലെ പ്രശസ്ത മോഡൽ താരങ്ങളായ ജോൺ എബ്രഹാമിനെയും മിലിൻ സോമനെയും അർജുൻ രാംപാലിനെയും വെല്ലുന്ന സ്റ്റൈലും ഫാഷനും ഗ്ലാമറുമായി മെഗാ സ്റ്റാർ മമ്മൂട്ടി റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ
അഭിനയ മികവ് കൊണ്ടും ഗ്ലാമർ കൊണ്ടും അപ്രപാളിയിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ആദ്യമായി റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് മറ്റൊരു വിസ്മയ കാഴ്ചയായി. സ്റ്റൈലും ഗ്ലാമറും ഫാഷനും ഒരുപോലെ സമന്വയിച്ച് മലയാളത്തിന്റെ ജോൺ എബ്രഹാമായി റാമ്പിൽ മിന്നിത്തിളങ്ങിയ മമ്മൂട്ടി. റാഫി മെക്കാട്ടിന്റെ മമ്മൂട്ടി ചിത്രമായ ലവ് ഇൻ സിംഗപ്പൂരിലെ ഒരു ഗാനരംഗ ചിത്രീകരണത്തിലാണ് മമ്മൂട്ടി റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. മുംബൈയിലെ വീക്കെൻഡുകളിലെ ഒരു കിടിലൻ ഫാഷൻ ഷോയെ ഓർമ്മിപ്പിക്കുന്ന അനുഭവം കാഴ്ചക്കാർക്ക് സമ്മാനിച്ചുകൊണ്ട് മമ്മൂട്ടി റാമ്പിലെയും താരമായി. നടന വിസ്മയത്തിന്റെ വ്യത്യസ്ത കാഴ്ചകളിലൂടെ സെല്ലുലോയിഡിൽ മമ്മൂട്ടി എന്ന മഹാനടൻ തീർത്ത് അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ഒരു യാത്ര. ബെസ്റ്റ് ഓഫ് മമ്മൂട്ടി. ഒരു അരയന്റെ ജീവിതത്തിലെ കടൽക്ഷോഭങ്ങളും സ്വപ്നങ്ങളുടെ പവിഴപ്പുറ്റുകളും സെല്ലുലോയിഡിൽ ആവിഷ്കരിച്ച മകൾ ഉറങ്ങിയ അച്ഛൻ ഉറക്കം മന്നില്ല. കണ്ണടച്ച് കിടന്നാ മതി. കണ്ണടച്ച ഒരേ കാഴ്ചകളാണ്. പെറ്റ് കണ്ണ് തുറക്കണതിന് മുമ്പ് നിന്നെ എന്റെ കയ്യിലാട്ട് തന്നതാണ്. അതൊക്കെ കണ്ണിന്റെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. മകക്കറിയാവാ, അമ്മ ചോര പോയാണ് ചത്തത്. മുണ്ടും പായും ഒക്കെ ചോര. ഇപ്പൊ എന്തിനാ അതൊക്കെ പറയണേ? എല്ലാം എനിക്ക് അറിഞ്ഞൂടെ? എന്നാലും ഒരു കാര്യം അച്ഛൻ പറയുക. അന്ന് ആശുപത്രി പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവര് വന്നില്ല. 4 നാഴിക നടന്നു വരാൻ പറ്റുകയില്ലെന്ന്. വന്നാർന്നെങ്കിൽ എന്റെ മകക്കടമ്മ പോകലാർന്നു. കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മളെന്ത് ചെയ്യാനാണ്? അന്നു മുതല് അച്ഛനൊരാശയുണ്ട്. എന്റെ മകളെ ഡോക്ടറാക്കണമെന്ന്. കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തടുത്ത് നടന്ന് ചെല്ലണ ഡോക്ടർ. അച്ഛന്റെ ആശ നടത്തി തരുവാ. അച്ചൂട്ടി എന്ന അരയനായി പകർന്നാടിയ മമ്മൂട്ടിയുടെ പാടൽ പ്രേക്ഷക മനസ്സിൽ നിന്നും വിസ്മയമായി നിലനിൽക്കുന്നു. തിരിച്ചറിയാൻ പാടില്ലാത്ത എംപോക്കി. എന്തോ? നീ എവിടെ പഠിക്കണ? അതാ പഠിക്കണച്ചാ, ഞാൻ വായിക്കായിരുന്നു മനസ്സില്. നീ ഇന്ന് അവനെ കണ്ട? ഇല്ല. നുണ പറയരുത്. ദൂരെ അവിടെ നിക്കണ കണ്ടു. ഇവളിതെവിടെ പോയി കിടക്കുകയാണ്? എവിടെ പോയി തിരക്കാനാണ് ഞാൻ ഇതേ ഉള്ളേച്ചാ? എന്റെ മുത്ത് അവളെ കാണണില്ല. കോളേജിൽ പോയിട്ട് വന്നില്ലേ? ആരിക്കറിയാനാണ്? ഞാൻ എവിടെ പോയി തിരക്കും? നീ വിഷമിക്കാണ്ടിരി. ഒച്ചുരാമന്റെ വീട്ടില് വിളിച്ചിട്ട് കാണണില്ലെന്ന്. രാഘവൻ അവൻ വീട്ടിലുണ്ടോന്ന് അന്വേഷിച്ചോ? എവിടാ നിന്റെ മകൻ? എന്റെ മകനാ. എന്റെ മകനെ നീ എന്തിനാണ് തിരക്കണത്? കൊല്ലിഞ്ഞാലോന പറയണ എവിടെയാ പന്നിയുടെ മകൻ?
എന്റെ മുറ്റത്തുനിന്ന് എന്റെ കുടുംബത്തെ വന്നിട്ട് കൊല്ലുവന്ന എന്റെ മകൻ നിനക്കിട്ട് എന്താണ് ചെയ്തത്? എന്റെ കൊച്ചിനെ അവരെങ്ങാനാണ് കൊണ്ടുപോയിക്കണമെങ്കിലുണ്ടല്ല ഭാർഗവി, നാ മകളെ പിടിച്ച് വലത് കാല് വെപ്പിച്ചങ്ങ് അകത്താട്ട് കേട്ടടി എന്ന് നിലവിളൊക്കെ എടുത്തോണ്ട് പാടി ചെല്ലേ അങ്ങാടി ചെല്ല. മമ്മൂട്ടി എന്ന അനുഗ്രഹീത നടൻ ആ കഥാപാത്രത്തിന് മേൽ സൃഷ്ടിച്ച വികാര വിക്ഷോഭങ്ങളുടെ അപാരമായ വേലിയേറ്റം. മകളെ കടലോളം സ്നേഹിച്ച ഒരച്ഛൻ, പ്രകാശം പൊലിഞ്ഞൊരു വിളക്കുമാടമായി വിധിശാപങ്ങളുടെ വിജനമായ തീരത്ത് നിൽക്കുന്ന കാഴ്ചയുടെ നൊമ്പരം ദശകങ്ങൾക്കിപ്പുറവും കാണികളുടെ ഉള്ളിൽ നിൽക്കുന്നുവെങ്കിൽ അത് ഒരു അഭിനേതാവിന്റെ അനശ്വരതയല്ലാതെ മറ്റെന്താണ്? ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ അണിയിച്ചൊരുക്കിയ അച്ചൂട്ടിയായി മമ്മൂട്ടി ജീവിക്കുകയാണ്. ഒരു നടൻ കഥാപാത്രമായി പരകായ പ്രവേശം നടത്തുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ കാഴ്ചയാണ് അച്ചൂട്ടിയിലൂടെ ചതി ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ ഒറ്റടിക്ക് കൊന്നേക്കണം. ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മമ്മൂട്ടിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മൈ ഡിയർ മമ്മൂട്ടി. മലയാളത്തിൽ ഒട്ടേറെ താരങ്ങൾക്ക് വഴികാട്ടിയായ നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടി മലയാളത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഏറ്റവും പുതിയ താരം സുരാജ് വെഞ്ഞാറമൂട്. മലയാളത്തിൽ ചിരിയുടെ പുതിയ തരംഗമായ സുരാജ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ ഈ മിമിക്രി കാലഘട്ടത്തിൽ തന്നെ ഞാൻ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയാണ്. കൈരളി ചാനലിൽ തന്നെ നമ്മുടെ ജഗപുക എന്ന് പറയുന്ന സീരിയലിൽ അതിലും മമ്മൂക്കായ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ രംഗത്തെത്തിയത്. അങ്ങനെ അതിൽ മമ്മൂക്ക ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അസലായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ കൈരളി ചാനലിൽ ഒരു ദിവസം എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, സുരാജ് മമ്മൂട്ടി ഇതാ അവിടെ വന്നിരിക്കുന്നു, നിന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ പറ്റിക്കാൻ വേണ്ടി മമ്മൂട്ടിയൊക്കെ കൈരളി ചാനലിൽ വന്നിരുന്നിട്ട് എന്നെ കാണണമെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ച ഇതൊക്കെ ചുമ്മാ. ഞാൻ പറഞ്ഞു ഏത് മമ്മൂട്ടിയാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നു,
ഇവിടെ നമ്മുടെ ചെയർമാനാണ് മമ്മൂട്ടി ഇത് അവിടെ വന്നിരിക്കുന്നു, നിന്നെ വിളിക്കുന്നു, നിന്നെ എന്തോ കാണണമെന്ന് പറഞ്ഞു. വിചാരിച്ച് അയ്യോ ഇത് ഉള്ളതാണോ, സത്യമല്ലെന്ന് പ്രതീക്ഷിച്ചാണ്. സത്യമായിട്ടും ഞാനവിടെ മമ്മൂക്കയുടെ ക്യാബിൻ്റെ അങ്ങോട്ട് ചെന്ന് ഡോറ് തുറന്നതും മമ്മൂട്ടി, ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, കാണാൻ ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന, പിന്നെ ഞാൻ ആരാധിക്കുന്ന ഒരു താരം എൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഞാൻ കുറച്ച് നേരം വാതിൽ തുറന്നിട്ട് ഇത് ഉള്ളതാണോ ഇതാണ്. ഞാൻ ഇടയ്ക്ക് കയ്യിലൊക്കെ ഒന്ന് നുള്ളി നോക്കി, ഒന്ന് പിച്ചിയൊക്കെ നോക്കി, ഇത് കറക്റ്റാണോ എന്ന്. അപ്പോൾ വളരെ കറക്റ്റ്. മമ്മൂക്ക ഫ്രണ്ടിൽ, ഞാനും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മുഖത്തോട് മുഖം. ഇരിക്കടോ എന്ന് പറഞ്ഞു. ഇടിയും പോയി. ഇത് മമ്മൂക്ക തന്നെ അത്ഭുതത്തോടു കൂടി ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്ന് എന്നോട് പറഞ്ഞു, തൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡ്രസ്സിങ് ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഡ്രസ്സിങ്ങും പിന്നെ ഒരു ക്യാരക്ടറായിട്ട് മാറുമ്പോൾ വിഗ് ഇതെല്ലാം കൂടുതലൊന്ന് ശ്രദ്ധിക്കണം. ആരവിടുത്തെ മകവൻ എന്നൊക്കെ ചോദിച്ച് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ശരി കാണാം. അതായിരുന്നു ഫസ്റ്റ് കൂടിക്കാഴ്ച ഞാനും മമ്മൂക്കായുമായിട്ടുള്ള. പിന്നെ മമ്മൂക്കയും കാണുന്ന അതേ തന്നെ കൈരളി ചാനലിൽ ഒരിക്കൽ കൂടി പുള്ളി വന്നു. ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞു, നമുക്ക് തിരുവനന്തപുരം സ്ലാങ് എനിക്കും കൂടെ ഒന്ന് പഠിക്കണം, ഒന്ന് പഠിപ്പിച്ചു തരണം, എന്നിട്ട് നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിനക്കും ചെറിയ വേഷം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്ന് വിളിക്കുക എൻ്റെ നമ്പറും കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇക്കായെ വിളിക്കും. അത് കിട്ടിയ ഒരു അവസരമാണല്ലോ. അങ്ങനെ ഞാനും ഏതെങ്കിലും പുള്ളിയുടെ പടമൊക്കെ റിലീസാകുമ്പോൾ ഞാനും വിളിക്കും, ഇക്ക പടം കണ്ടു, നന്നായിട്ടുണ്ട്, ഇതൊക്കെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റ് വിളിച്ച് പറയും. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുള്ളിയായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാം, ഇല്ലെങ്കിൽ പുള്ളിയെ ഒന്ന് പിടിച്ച്, അതായിരുന്നു എൻ്റെ ലക്ഷ്യം സത്യം. പിന്നെ അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് മമ്മൂക്ക തന്നെ ഒരു ദിവസം വിളിച്ചു പറയുന്നു, രാജമാണിക്യം എന്ന് പറയുന്ന ഒരു പടം ഇപ്പോൾ ഉടനെ ഉണ്ട്, അപ്പോൾ അതിൽ തിരുവനന്തപുരം സ്ലാങ് നീ ഒന്ന്, ടി എ ഷാഹിദാണ്, നീയും കൂടെ വന്നിരുന്നു തിരുവനന്തപുരം സ്ലാങ്ങിലൊന്ന് എഴുതിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ നേരെ പൊള്ളാച്ചിക്ക് പോവുകയാണ്. പൊള്ളാച്ചിയിൽ ചെന്നപ്പോൾ ആദ്യത്തെ തന്നെ പുള്ളി ഡ്രസ്സ് ഇടുകയാണ്. കാര്യം രാവിലെ ഈ രാജമാണിക്യത്തിൻ്റെ ജുബ എല്ലാം റെഡിയായി. കാര്യം മമ്മൂക്കായിട്ട് കൂടുതലൊന്നും ഒരിതുമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മമ്മൂക്കയുണ്ട്, മമ്മൂക്കയുടെ വൈഫുണ്ട്, പിന്നെ പുള്ളിയുടെ കോസ്റ്റ്യൂമറുണ്ട്. അപ്പോൾ ആദ്യം ഈ ഡ്രസ്സ് എടുത്ത് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് അല്ല. ഞാൻ റൂമിൽ ഇരിക്കാം. ഫസ്റ്റിലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂമറെ വിളിച്ച് എന്താണത് ഡ്രസ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരിക്കും. ഞാൻ ഇങ്ങനെ ഉറപ്പിക്കാൻ പറഞ്ഞ പുള്ളി അങ്ങ് ഷൗട്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓഹോ ഇതാണ് ക്യാരക്ടർ. ഇപ്പോൾ എന്തായാലും പൊള്ളാച്ചി ഇന്ന് രാത്രി വേണോ അതോ നാളെ രാത്രി വണ്ടി കയറണോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം പറയാനുള്ള കാര്യം അപ്പം അവിടെ ഒന്ന് ഷൗട്ട് ചെയ്ത് പറയാണ്. പുള്ളിയുടെ വൈഫുണ്ട്, ചേച്ചി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നില്ല, പതിയെ ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ. താനെ പോകുന്നു, കുറച്ച് നേരമായി നായരി എന്ന് പറഞ്ഞ് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ടി എ ഷാഹിദുമായിട്ട് ചെന്ന് അതൊന്ന് നോക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ താഴെ ഇറങ്ങി വന്നു. ഈശ്വര എന്നാൽ ഞാൻ ഇപ്പോൾ എന്തോന്ന് റെഡിയാക്കണം, എനിക്കൊന്നും അറിഞ്ഞോളൂ, ഒന്ന് പറഞ്ഞു തരും. ഞാൻ പേടിച്ച് വന്ന് ടി എ ഷാഹിദിൻ്റെ എല്ലാം ചോദിച്ചു. അവിടെ നിന്ന് ആൻഡോ ചേട്ടനോടൊക്കെ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയാണോ പുള്ളിയുടെ ക്യാരക്ടർ? ധൈര്യമായിട്ട് ഈ പൊട്ടിത്തെറിയുള്ളൂ, പെട്ടെന്ന് ഓക്കെ ആവും. അപ്പോൾ അതും എനിക്കറിയില്ല, പെട്ടെന്ന് നോക്കാവുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് രാജമാണിക്യം സിനിമ ഷൂട്ടിങ് തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി മമ്മൂക്ക കാണുമ്പോൾ ഉള്ള ആ ഒരു ഗൗരവമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആൾ പിന്നെ വളരെ ശുദ്ധനാണ്, നല്ല മനുഷ്യനാണ്. കാര്യം തോന്നുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ജാടയും പോരുമായിരിക്കും. പക്ഷേ അതൊന്നും അല്ല. നല്ലൊരു നമ്മൾ അടുത്ത് കഴിയുമ്പോഴാണ് പിന്നെ ശരിക്കും അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ നമ്മളറിയും. പിന്നെ ഇപ്പോൾ രാജമാണിക്യം തൊട്ട് എല്ലാ ചിത്രങ്ങളിലും, മിക്ക ചിത്രങ്ങളിലും, കോമഡി ചിത്രങ്ങളിലെല്ലാം ഞാൻ പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാനൊരു സുഖമാണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ അഭിനയത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അഭിനയത്തിൻ്റെ ഒരു സർവകലാശാല തന്നെയാണ് മമ്മൂക്ക. നമുക്കെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഡയലോഗ് ഏത് രീതിയിൽ പറയണം. ആദ്യമായിട്ടൊക്കെ പുള്ളിയായിട്ട് സീൻ ചെയ്യുമ്പോൾ മായാവി എന്ന ചിത്രത്തിൽ ശരിക്കും അതിലാണ് കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്, ഇത് പറഞ്ഞാൽ കറക്റ്റാവോ. ഡയലോഗ് പോലും നമ്മളെ കൊണ്ട് കാണാതെ പഠിപ്പിച്ച് പറയിപ്പിക്കും. ഒരു ഡയലോഗിൻ്റെ അർത്ഥം എങ്ങനെയാണ്, ഈ അർത്ഥം വെച്ചിട്ട് നീ അത് മനസ്സിലാക്കി അങ്ങ് ചെയ്താൽ. പുള്ളിക്ക് ഭയങ്കര ഹ്യൂമറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൗണ്ടർ പറഞ്ഞാൽ അത് മനസ്സിലാക്കി കോമഡി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ചിരിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കാക്ക്. വേറൊരു സന്തോഷം നിറഞ്ഞ ഒരു അവസരം ഉണ്ടായി. കാര്യം അണ്ണൻ തമ്പി എന്ന ലൊക്കേഷൻ നമുക്ക് ഇവിടെയായിരുന്നു, തമിഴ്നാടായിരുന്നു.
അപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പൊട്ടനായിട്ടാണ് സംസാരിക്കില്ല. അപ്പോൾ തമിഴിലുള്ള ആൾക്കാരെല്ലാം വന്ന് വട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി പൊട്ടനായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴിലുള്ള ആൾക്കാരെല്ലാം അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ இந்த സാറ് പേശ മാറ്റിയാ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു പുള്ളി പേച്ച് വരാതെ ഇല്ല നാക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അവർ അയ്യോ അപ്പോൾ എല്ലാ ഫിലിമിലും ഇത് ശബ്ദം പോടുന്ന യാര്? ഞാനാ. നീങ്ങളാ? பார்த்தா ஏகദേശம் அவரை மாதிரி இருக்கு, சவுண்டு உங்களுக்கு தானே? ഞാൻ കൊള്ളാം, എത്ര പടം. അപ്പോൾ തമിഴ് എല്ലാം நான் தான் മമ്മൂട്ടിക്ക് സത്യം വരെ പോടുന്നത്. അയ്യോ വണക്കം സാർ. പിന്നെ എന്നെ അങ്ങോട്ട് കയ്യിൽ തുഴക്കും. അയ്യോ പിന്നെ കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഡേയ് മമ്മൂട്ടി സാർക്ക് സത്യം പുറത്ത് ഇന്നതാളുടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അന്ന് ഷൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരേ ഇച്ചിരി കൊള്ളടാ ഗംഭീരമായിട്ടുണ്ട്, നീ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് കോമഡി എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാനും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് മമ്മൂക്ക. മമ്മൂട്ടിയുടെ സൂപ്പർ പെർഫോമൻസുമായി സൂപ്പർ ഡ്യൂപ്പർ. മായാവിയിലെ മഹി പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്ത ഒരു മമ്മൂട്ടി കഥാപാത്രം. റാഫി മെക്കാട്ടിന്റെ തിരക്കഥയിൽ ഷാഫി ഒരുക്കിയ മായാവിയിലെ സൂപ്പർ കോമഡി. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് കണ്ണിലല്ല കുഴപ്പം, ബ്രെയിനിലാ. എവിടെയാണെങ്കിലും നമ്മൾ ആ കുഴപ്പം മാറ്റിയിരിക്കും. ഞാൻ ബാലിന് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. ബാലൻ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ മോനെ. എന്ത് പ്രശ്നം? അവനവിടെ ഒരു കുഴപ്പമില്ല, കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കല്ലേ. ഞാൻ അതല്ല, ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ടുതിലെ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ MBA പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് തലോറ്റലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? MBA. വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ MA പഠിക്കണം അല്ലെങ്കിൽ BA പഠിക്കണം. ഇത് രണ്ടും കൂടെ MBA എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തിക്കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണമേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നു? നീ കെട്ടിക്കോ. ഇതെന്തിനാ? ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ മതി. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ? മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. കൊള്ളാല്ലേ? തരക്കേടില്ല. കാല് കൊള്ളാല്ലേ? അല്ല, തരക്കേടില്ല. ഇന്ന് എന്ത് പറ്റി ഇന്ദു? നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും ദീന ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ളാം. ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ന് കടൽ ബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധന നൗക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? അവിടെ നോക്കിയാ മതി. നല്ല പട്ടച്ചാരായത്തിന്റെ മണം വരും. അതും പിടിച്ചങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ? അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ വിരുന്നുകാരി വന്നേ രണ്ടെണ്ണം വേണ്ടി സ്പെഷ്യലി ദിങ്ങടുക്കി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ. അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഇതിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷെ പിടി പൂക്കൾ സത്യവാ പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. നത്തിങ് റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ സ്രാവ് കടിച്ച പോലെ കിടക്കണ്. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ
ചിരി നിർത്താൻ പറ്റൂല. മമ്മൂട്ടിയുടെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി പുതുമയാർന്ന മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.